അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. നമ്മൾ അൽ ബലാഗത്തുൽ മുയസ്സറയാണ് വായിക്കുന്നത്. അതിൽ മദ്ഖൽ നമ്മൾ പൂർണ്ണമായും വായിച്ചു. എന്താണ് കലിമത്തിലുള്ള ഫസാഹത്ത്, എന്താണ് കലാമിലുള്ള ഫസാഹത്ത്, ആരാണ് അൽ മുത്തക്കല്ലിമുൽ ഫസീഹ് വിശദീകരിച്ചു. ഒരു കലിമത്ത് ഫസാഹത്തുള്ളതാണ് എന്ന് പറയണമെങ്കിൽ 3 ഐബുകളിൽ നിന്നും ആ കലിമത്ത് സുരക്ഷിതമാകണമെന്ന് പറഞ്ഞു. ഏതൊക്കെയാണ് 3 ഐബുകൾ? തനാഫുറുൽ ഹുറൂഫ്, അൽ ഖറാബ, മുഖാലഫത്തു, ഖവായിദുൽ ലുഗ. ഈ 3 ഐബുകളിൽ നിന്നും സാലിമായാൽ മാത്രമേ ഒരു കലിമത്ത് ഫസാഹത്തുള്ളതാണെന്ന് പറയുള്ളൂ. രണ്ടാമത്തേത്, ഒരു കലാമ് ഫസീഹാണ് എന്ന് പറയണമെങ്കിൽ 4 ഐബുകളിൽ നിന്നും സാലിമാവണം. ഏതൊക്കെയാണത്? തനാഫുറുൽ കലിമാത്ത്, ലഅഫു തഅലീഫ്, അത്തഅഖീദുൽ ലഫ്ളി, അത്തഅഖീദുൽ മാനവി. ഒരാൾ ഫസീഹായ വ്യക്തിയാണ്, മുത്തക്കല്ലിമുൻ ഫസീഹാണ് എന്ന് പറയണമെങ്കിൽ അയാൾ സംസാരിച്ച സംസാരം ഈ പറയപ്പെട്ട ഐബുകളിൽ നിന്നെല്ലാം സാലിമാകണം. ഇതാണ് ഫസാഹത്ത്. പിന്നെ നമ്മൾ പഠിച്ചു ബലാഗ എന്താണ് അല്ലേ. ഒരു കലാമ് അല്ലെങ്കിൽ ഒരു കലിമത്ത് ബലാഗയാകണമെങ്കിൽ എന്ത് വേണം? ആ കലാമ് മക്കാമിനോട് മുനാസിബായതാവണം. അപ്പോൾ ഫസീഹുൻ ബലീഗ് എന്ന് പറയും, കലാമുൻ ബലീഗ് എന്ന് പറയും. കലിമത്തുൻ ബലീഗ എന്ന് പറയില്ല. കാരണം ബലാഗക്ക് എന്താണ്? അത് ആ സംസാരിച്ച സംസാരം മക്കാമിനോട് മുനാസിബാണോ അല്ലയോ എന്നതാണ്. ഒരു മക്കാമിനോട് മുനാസിബായ സംസാരമാണ് എങ്കിൽ ആ സംസാരത്തിന് കലാമുൻ ബലീഗ് എന്ന് പറയും. സംസാരിച്ച ആൾക്ക് മുത്തക്കല്ലിമുൻ ബലീഗുൻ എന്ന് പറയും. കലാമുൻ അല്ല ഫസീഹും ബലീഗും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? എല്ലാ ബലീഗും ഫസീഹാണ്, എല്ലാ ഫസീഹും ബലീഗായിക്കൊള്ളുന്നില്ല. മനസ്സിലാകുന്നുണ്ടോ? ഇനി നമുക്ക് പഠിക്കാനുള്ളത്, നമ്മൾ പറഞ്ഞു ഇൽമു അൽ ബലാഗ അടിസ്ഥാനപരമായ 3 ഇൽമുകളാണ്. ഒന്ന് ഇൽമുൽ ബയാൻ, ഇൽമുൽ മആനി, ഇൽമുൽ ബദിയ. ഈ 3 ഇൽമുകളാണ്. ഇൻഷാ നമ്മൾ ആദ്യം പഠിക്കുന്നത് ഇൽമുൽ ബയാനാണ്. ഞാൻ വായിക്കേ. هو العلم الذي يعبر فيه عن المعنى الواحد بطرق مختلفة. ഇൽമുൽ ബയാൻ്റെ നിർവചനം, താരീഫ് എന്താണ്? ഇൽമുൽ ബയാൻ എന്ന് പറഞ്ഞാൽ ഹുവ അൽ ഇൽമുൽ ലദീ യുഅബ്ബറു ഫീഹി അനിൽ മഅനൽ വാഹിദി ബിതുറുകിൻ മുഖ്തലിഫ. വ്യത്യസ്ത രീതിയിൽ ഒരു ആശയത്തെ അവതരിപ്പിക്കാനുള്ള ഇൽമാണ് ഇൽമുൽ ബയാൻ എന്ന് പറയുക. ഹുവ അത് അൽ ഇൽമു ഒരു ഫന്നാണ്, ഒരു കലയാണ്, ഒരു ഇൽമാണ്. അല്ലദി എങ്ങനെയുള്ള യുഅബ്ബറു ഫീഹി, ആ ഇൽമിൽ താബീർ ചെയ്യപ്പെടും, പറയപ്പെടും, അനിൽ മാനൽ വാഹിദി ഒറ്റ ഒരാശയത്തെ. എങ്ങനെ? ബി തുറുക്കിൻ മുഖ്തലിഫ, വ്യത്യസ്ത തുറുക്കുകളിലൂടെ. എല്ലാ തരീക്കിലൂടെയും പറയപ്പെടുന്ന ആശയം ഒന്നായിരിക്കും, പക്ഷെ ആ ആശയത്തെ അവതരിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മാർഗങ്ങൾ വ്യത്യസ്തമായിരിക്കും. വഹാദിഹി തുറുക്കു, ആ വഴികൾ എന്തൊക്കെയാണ്? ഹിയ അത്തഷ്ബീഹ്, ഒന്ന് തഷ്ബീഹിൻ്റെ റൂട്ടിലൂടെ ഒരു കാര്യം അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് തഷ്ബീഹ് ചെയ്തുകൊണ്ട് അവതരിപ്പിക്കാം. 2 ഇസ്തിആറ, ഇസ്തിആറയിലൂടെ അവതരിപ്പിക്കാം. 3 മജാസുൽ മുർസൽ, അങ്ങനെ അവതരിപ്പിക്കാം. 4 കിനായ, കിനായത്തിലൂടെ അവതരിപ്പിക്കാം. ഇതൊക്കെ ഓരോ പ്രയോഗ രീതികളാണ്. അതൊക്കെയാണ് ഇൽമുൽ ബയാനിൽ പഠിക്കുന്നത്. ഇൻഷാ അല്ലാഹ് എന്താണ് തഷ്ബീഹ്, എന്താണ് ഇസ്തിആറ, എന്താണ് അൽ മജാസുൽ മുർസൽ, എന്താണ് അൽ മജാസുൽ അഖിലി, എന്താണ് കിനായ, ഒക്കെ സെപ്പറേറ്റ് പാഠങ്ങളിൽ നമ്മൾ പഠിക്കും. ഇങ്ങനെയൊക്കെ എന്ത് ചെയ്യാം? ഒറ്റ ആശയത്തെ അവതരിപ്പിക്കാൻ പറ്റും. വദാലിക മിസ്ലു വസ്ഫി റജുലിൻ കരീം, ഉദാഹരണം പറഞ്ഞവരാണ്. വ്യത്യസ്ത രീതിയിൽ അവതരിപ്പിക്കുന്ന ഒരു ഉദാഹരണം പറഞ്ഞു തന്നിട്ട് തുടങ്ങാണ്. ഒരു കരീമായ റജുലിനെ, വ്യക്തിയെ വേണമെങ്കിൽ നമുക്ക് എന്താ ചെയ്യാം? ഒന്നുകിൽ ഇങ്ങനെ പറയാം, ബി അന്നഹു ജവാദുൻ കരീം, അയാൾ
വളരെ ഔദാര്യവാനായ ആളാണ്. എന്താണ് അത്? ഉസ്ലൂബുൻ മുബാഷിർ, സാദാ ഉസ്ലൂബാണ്, നേർക്ക് നേരെ പറയാണ് അയാൾ ഔദാര്യവാനാകുന്നു. എന്താണ് ഉദ്ദേശിക്കുന്നത്? ഔദാര്യവാനാണ്, നേർക്ക് നേരെ. അതേപോലെ ആൾക്ക് എന്ത് പറയാം? ബി അന്നഹു കൽ ബഹരി, അയാൾ കടൽ പോലെയാണ്. ഇവിടെ തശ്ബീഹ് വന്നു. അദ്ദേഹം ഔദാര്യത്തിൽ കടൽ പോലെ ധാരാളം ഔദാര്യം ചെയ്യുന്ന ആളാണ് എന്നറിയിക്കാൻ വേണ്ടി കൽ ബഹരി, അദ്ദേഹം കടൽ പോലെയാണ് എന്ന് പറയും. അപ്പോൾ തശ്ബീഹായി. ആശയം എന്താണ്? ഒന്ന് തന്നെ, അയാൾ ജവാദും കരീമാണെന്ന ഉദ്ദേശം. അതേപോലെ തന്നെ അദ്ദേഹത്തെക്കുറിച്ച് പറയാം ബി അന്നഹു ഹാത്തിമുത്തായി, അദ്ദേഹം ഹാത്തിമുത്തായി ആണ് എന്ന് പറയാം. അത് ഇസ്തിയാറയാണ്, അതിന് ഇസ്തിയാർ എന്ന് പറയാം. ഹാത്തിമുത്തായി എന്ന് പറഞ്ഞാൽ ജാഹിലിയ കാലഘട്ടത്തിൽ ജീവിച്ചൊരു കവിയാണ്, അറിയപ്പെട്ടൊരു വ്യക്തിയാണ്. അദ്ദേഹം ധാരാളം ദാനധർമ്മം ചെയ്യുന്ന ആളാണ്, ഒരുപാട് ആൾക്കാരെ സഹായിച്ച ആളാണ്. അദീബിന് ഹാത്തിം റളിയല്ലാഹു അൻഹുവിൻ്റെ ഉപ്പയാണ്. അദീബിന് ഹാത്തിം റളിയല്ലാഹു അൻഹു കേട്ടിട്ടില്ലേ? സഹാബിയാണ്. അദ്ദേഹത്തിൻ്റെ ഉപ്പയാണ് ഹാത്തിമുത്തായി. അദ്ദേഹം വലിയ ഔദാര്യവാനാണ്, അറിയപ്പെട്ട ആളാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ആ ഔദാര്യം ഒന്നും ചെയ്തില്ല, സ്വീകരിച്ചില്ല. കാരണം അദ്ദേഹം മുശ്രിക്കായിരുന്നു, കാഫിറായിരുന്നു. മാത്രമല്ല അദ്ദേഹം ഔദാര്യം ചെയ്തതെല്ലാം പേരിനും പ്രശസ്തിക്കും വേണ്ടിയായിരുന്നു, അള്ളാഹിൻ്റെ റിള ആഗ്രഹിച്ചിട്ടില്ല. കാരണം മുസ്ലിം അല്ലല്ലോ, അതുകൊണ്ട് തന്നെ അതൊന്നും സ്വീകരിക്കപ്പെട്ടിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹത്തെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പം നിൻ്റെ ഉപ്പ എന്താണോ ആഗ്രഹിച്ചത് അത് കിട്ടിയിട്ടുണ്ട്, എന്താണത്? സുമാത്താണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. അതുപോലെ തന്നെ നിൻ്റെ ഉപ്പ എന്ത് ചെയ്തിട്ടില്ല? വിശ്വസിച്ചിട്ടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അപ്പോൾ അയാൾ ഹാത്തിമുത്തായി ആണ് എന്ന് പറയും. ഈ പ്രയോഗത്തിന് ഇസ്തിയാറ എന്ന് പറയാം. ഇൻഷാ അല്ലാഹ് ഇസ്തിയാർ എന്താണെന്നൊക്കെ വിശദമായി നമ്മൾ പഠിക്കും. അതേപോലെ തന്നെ ഹാത്തിമുത്തായി എന്ന് പറഞ്ഞാൽ ആശയം എന്താണ്? റജുലുൻ ജവാദുൻ കരീം, ഈ വ്യക്തി കരീമായ വ്യക്തിയാണ്, ഔദാര്യവാനാണ് എന്ന ഉദ്ദേശിച്ചത്. പറഞ്ഞത് എന്താണ്? അന്നഹു ഹാത്തിമുത്തായി എന്നാണ് പറഞ്ഞത്. അതേപോലെ തന്നെ കസീറുൽ അയാദി അല മുഹിബിഹി ബി അന്നഹു കസീറുൽ അയാദി അല മുഹിബിഹി, തൻ്റെ പ്രിയപ്പെട്ടവർക്ക് ധാരാളമായി കൈയുള്ള ആളാണ്. കസീറുൽ അയാദി, ധാരാളം കൈയുള്ള ആളാണ് എന്ന് പറഞ്ഞു. അത് മജാസുൻ മുർസലാണ്, അതും ഒരു ത്വരീഖാണ്. എന്ത് ചെയ്യേണ്ട? ഒരു ആശയത്തെ അവതരിപ്പിക്കേണ്ട. ഉദ്ദേശം എന്താണ്? അദ്ദേഹം ഔദാര്യവാനാണ്, ആശയം തന്നെ. അതിന് മജാസുൻ മുർസൽ. കസീറുൽ അയാദി അല മുഹിബിഹി, അതായത് ജവാദുൻ കരീമാണ്, ആശയം തന്നെ. അതേപോലെ തന്നെ അദ്ദേഹത്തെ സംബന്ധിച്ച് പറയാം, അഞ്ചാമത്തെ രീതി ദാറുഹു മഹൂലത്തുൻ ആമിറ. മഹൂലത്തുൻ ആമിറ, അദ്ദേഹത്തിൻ്റെ വീട് മഹൂലത്തുൻ, ആൾ നിറഞ്ഞതാണ്, അഹ്ലുകളെ കൊണ്ട് നിറഞ്ഞതാണ്. ആമിറ, സമൃദ്ധമാണ്, ആൾ നിറഞ്ഞതാണ്. അതായത് വീട് ആൾക്കാർ നിറഞ്ഞതാണ്. എന്താ ഉദ്ദേശം? എപ്പോഴും വീട്ടിൽ ആൾ നിറയുക? കൊടുക്കുമ്പോൾ ഗസ്റ്റുകൾ ധാരാളം പേര് ആൾ ധാരാളം ഔദാര്യം ചെയ്യുന്ന ആളാകുമ്പല്ലേ. ഉദ്ദേശം അയാൾ ജവാദുൻ കരീമാണ് തന്നെ. അതെന്താ പറയുക? കിനായ എന്ന് പറയുക. അപ്പോൾ 5 രീതിയിൽ ഒറ്റ ആശയത്തെ അവതരിപ്പിച്ചു. ഇതാണ് ഇൽമുൽ ബയാൻ. അപ്പോൾ ഒരു ആശയത്തെ ഏതെല്ലാം രീതിയിൽ അവതരിപ്പിക്കാം എന്നുള്ള കലയാണ്, അതിനെ സംബന്ധിച്ചുള്ള പഠനമാണ് ഇൽമുൽ ബയാനിലൂടെ നമ്മൾ പഠിച്ചെടുക്കുന്നത്. അപ്പോൾ ഫൽ മാന വാഹിദുൻ, മാന ഒന്നാണ്. വഹുവ അൽ വസ്ഫു ബിൽ കറം, ഇയാൾ ഔദാര്യവാനാണ് എന്നറിയിക്കലാണ്. ലാക്കിൻ തഅദ്ദദത്തി തുറുക്കുൽ മൂസിലത്തു ഇലൈഹി, ആ ആശയത്തെ അവതരിപ്പിക്കുന്ന വഴികൾ വ്യത്യസ്ത രീതിയിലാണ് അവതരിപ്പിച്ചത്. ഇതാണ് ഇൽമുൽ ബയാൻ. മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് താരീഫ് പറഞ്ഞത്. ഹുവ അൽ ഇൽമുല്ലദി യുഅബ്ബറു ഫീഹി അനിൽ മാനൽ വാഹിദി ബി തുറുക്കിൻ മുഖ്തലിഫ, വ്യത്യസ്ത റൂട്ടുകളിലൂടെ ഒറ്റ ആശയത്തെ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് അവതരിപ്പിക്കുന്ന കലക്ക് ഇൽമിനാണ് ഇൽമുൽ ബയാൻ എന്ന് പറയുക. അപ്പോൾ വ്യത്യസ്ത തുറുക്കുകൾ, ഉദാഹരണം 1-2 ഉദാഹരണങ്ങൾ പറഞ്ഞു. 1 തശ്ബീഹാണ്, 2 ഇസ്തിയാറയാണ്, 3 മജാസുൽ മുർസലാണെന്നൊക്കെ പറഞ്ഞില്ലേ. ആ ത്വരീഖുകളെ സംബന്ധിച്ചിട്ട് ഇനി ഓരോന്നോരോ ചർച്ച ചെയ്യണം. ഒന്നാമത്തെ ത്വരീഖ് എന്താണ്? തശ്ബീഹാണ്. അത്തശ്ബീഹു വായിക്കേ. تعريفه مشاركة أمر لأمر في صفة أو أكثر بإحدى أدوات التشبيه. എന്താ തശ്ബീഹ് എന്ന് പറഞ്ഞാൽ? മുഷാറക്കത്തു അംരിൻ ലി അംർ, ഒരു കാര്യം വേറൊരു കാര്യത്തോട് പങ്കാകലാണ്. ഒരു കാര്യം വേറൊരു കാര്യത്തോട് മുഷാറക്കത്താകലാണ്, പാർട്ട്ണറാകലാണ്. ഫീ സിഫത്തിൻ ഔ അക്സറ, ഒരു വിശേഷണത്തിലോ ഒന്നിൽ കൂടുതൽ വിശേഷണത്തിലോ. ബി ഇഹ്ദ അദവാത്തി തശ്ബീഹി, എങ്ങനെ? തശ്ബീഹിൻ്റെ അദാത്തുകളിൽ ഏതെങ്കിലും ഒന്നുകൊണ്ട്, ഒന്നിനെ മറ്റൊന്നിനെ
പാട്ടനാക്ക. മനസ്സിലായ? തഷ്ബീഹിന് കുറേ അദാത്തുകളുണ്ട്. ആ അദാത്തുകൾ ഉപയോഗിച്ച് ഒരു കാര്യത്തെ മറ്റൊരു കാര്യത്തിനെ പങ്കാക്കുക, ഒരു കാര്യം വേറൊരു കാര്യവുമായിട്ട് പങ്കാക്കുക ഏതെങ്കിലും ഒരു വിശേഷണത്തിൽ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ വിശേഷണത്തിൽ. ഈ വിശേഷണം ഇയാളെ പോലെയാണ്, ഇന്നത് പോലെയാണ്. അപ്പോൾ ആ വിശേഷണത്തിൽ രണ്ടും പങ്കായി, മുഷാറക്കത്തായി. അർക്കാനുഹു, തഷ്ബീഹ് ഉണ്ടാകണമെങ്കിൽ, ഒരു സംസാരം തഷ്ബീഹ് ആകണമെങ്കിൽ ചില റുക്കിനുകൾ ഒത്തുചേരേണ്ടതുണ്ട്. റുക്കിനുകൾ ഒത്തുചേർന്നാൽ മാത്രമേ ഏതൊരു കാര്യം ഉണ്ടാവുള്ളൂ. റുക്കിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? റുക്കിനു ലി വുജൂദി ഷൈ, ഒരു വസ്തു ഉണ്ടാകാൻ എന്ത് വേണം? റുക്കിന് വേണം. റുക്കിനുകൾ ചേർന്നാൽ മാത്രമേ ആ ഒരു വസ്തു ആവും. ഏതെങ്കിലും ഒന്നില്ലാണ്ടായാൽ അത് ആ വസ്തുവല്ല, അതിന് റുക്കിൻ എന്ന് പറയാം. അതായത് ഒരു കാര്യം ഉണ്ടാകാൻ അടിസ്ഥാനപരമായും എന്ത് വേണോ ആ കാര്യങ്ങൾക്കാണ് റുക്കിന് എന്ന് പറയാം. അപ്പോൾ ഒരു കാര്യം തഷ്ബീഹ് ആകണമെങ്കിൽ ചില റുക്കിനുകൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. أركانه المشبه به وهما طرفا التشبيه وجه الشبه وهو الصفة المشتركة بين الطرفين أداة التشبيه ملفوظة أو ملحوظة وقد 4 അർക്കാനുകളാണ് പറഞ്ഞിട്ടുള്ളത്. 4 റുക്കിനുകൾ ചേർന്നാലേ തഷ്ബീഹ് ഉണ്ടാവും. 1 അൽ മുഷബ്ബഹു, തഷ്ബീഹ് ചെയ്യപ്പെടുന്ന വസ്തു, സദൃശ്യപ്പെടുത്തുന്ന വസ്തു, കാര്യം. 2 അൽ മുഷബ്ബഹു ബിഹി, ഏതിനോടാണോ തഷ്ബീഹാക്കുന്നത് അത്. ഈ 2 കാര്യങ്ങൾക്ക് മുഷബ്ബഹും മുഷബ്ബഹു ബിഹിയും, ഈ രണ്ടിനും പറയുന്നത് വഹുമ തറഫ തഷ്ബീഹി, തഷ്ബീഹിൻ്റെ 2 തറഫുകളാണ്. അടിസ്ഥാനം ഇത് രണ്ടുമാണ്. ഇത് ഇതിനെ പോലെയാണ്. അപ്പോൾ ഇത് എന്നുള്ളത് മുഷബ്ബഹ്, ഇതിനെ പോലെയാണെന്നുള്ളത് മുഷബ്ബഹ് ബിഹി. ഇത് രണ്ടുണ്ടെങ്കിലേ തഷ്ബീഹ് ഉണ്ടാവുള്ളൂ. മനസ്സിലായ? ബാക്കിയുള്ള അതിൻ്റെ അനുബന്ധങ്ങളാണ്. മൂന്നാമത്തത് വജ്ഹു ഷബഹ്. വജ്ഹു ഷബഹ് എന്ന് പറഞ്ഞാൽ ഇത് ഇതിനെ പോലെയാണെന്ന് പറഞ്ഞില്ലേ, എന്തിലാണ് ഇത് ഇതിനെ പോലെ, അതാണ് വജ്ഹു ഷബഹ്. വജ്ഹു ഷബഹ് എന്ന് പറഞ്ഞാൽ വഹു അസിഫത്തുൽ മുസ്തറകതു ബൈന തറഫൈൻ, 2 തറഫുകൾക്കിടയിലും മുസ്തറക്കായ സിഫത്തിനാണെന്ന് പറയുക വജ്ഹു ഷബഹ്. രണ്ടിലും ഉള്ള ഒരു വിശേഷണം, ആ വിശേഷണത്തിലാണ് ഇത് ഇതുപോലെ ആയത്. മുഷബ്ബഹ് ബിഹിയും ഏതൊന്നിലാണോ പങ്കാകുന്നത് ആ സിഫത്തിനാണ് വജ്ഹു ഷബഹ് എന്ന് പറയുക. 4-മത്തേത് അദാത്തു തഷ്ബീഹ്. ഇത് ഇതുപോലെയാണ് എന്ന് പറയാൻ ചില അദാത്തുകളെ, ടൂൾസുകളെ ഉപയോഗിക്കേണ്ടതുണ്ട്. അതിനാണ് അദാത്ത് തഷ്ബീഹ്. ഒന്നുകിൽ അത് മൽഫൂലത്തൻ ഔ മൽഹൂല, ലഫ്ദ് ഉച്ചരിക്കപ്പെട്ടതാകാം അല്ലെങ്കിൽ മനസ്സിലാക്കിയെടുക്കാം. അതിൽ ഉച്ചരിക്കൽ ലഫ്ദായിട്ടുണ്ടാവില്ല. മൽഹൂല എന്ന് പറഞ്ഞാൽ ഈ മഫ്ഹൂമ, മനസ്സിലാക്കിയെടുക്കേണ്ടതുണ്ടാവും. വഖത്തകൂൻ അദാത്തു തഷ്ബീഹ്, തഷ്ബീഹിൻ്റെ അദാത്ത് ചിലപ്പോൾ ആകും ഹർഫാകും. കൽ കാഫി, ക പോലെ. എന്താ നമ്മളല്ലേ കൽ ബഹരി, ക. വക അന്ന പോലെ. ഔ ഇസ്മൻ, അല്ലെങ്കിൽ ഇസ്മാകാം. അദാത്ത് തഷ്ബീഹ് ഇസ്മാകാം. നഹ്വു മിത്ലു മുമാസിലുൻ ഷിബുഹുൻ, ഇതൊക്കെ എന്താണ്? ഇസ്മുകളാണ്. മിസ്ലു ഇതുപോലെ, അല്ലെങ്കിൽ മുമാസിലു, അല്ലെങ്കിൽ ഷിബുഹ് അങ്ങനെ പ്രയോഗിക്കുക. നളീർ, ഇതൊക്കെ. ഔ ഫിഅലൻ, ഫിഅലുമാകാം അദാത്ത് തഷ്ബീഹ്. നഹ്വു യുഷ്ബിഹു, യുമാസിലു, യുലാഹി, ഒരേ അർത്ഥമാണ്. ഇതൊക്കെ എന്താണ്? അദാത്ത് തഷ്ബീഹുകളാണ്. അപ്പോൾ ഈ 4 കാര്യങ്ങൾ ഒത്തുചേരുമ്പോഴാണ് തഷ്ബീഹ് എന്ന് പറയുന്ന സംഭവം ഉണ്ടാകുക. മനസ്സിലായില്ലേ? നമുക്ക് وقد تجتمع أركان التشبيه كلها وقد يحذف بعضها مثال ما اجتمعت فيه العلم كالنور في الهداية. وقد تجتمع أركان التشبيه كلها, ചിലപ്പോൾ ഈ റുക്കിനുകൾ 4 ഒരു മിസാലിൽ ഒരുമിച്ച് കൂടും. വഖദ് യുഹ്ദഫു ബഅദുഹ, ചിലപ്പോൾ ചിലത് കളയപ്പെടും. അവിടെ അതുണ്ട്, അത് കളയപ്പെട്ടതാണ്. കളയപ്പെട്ടാൽ പോലും അവിടെ അത് വരും. അവിടെ തഷ്ബീഹ്, ആ റുക്കിൻ ഇല്ലാത്തത് കൊണ്ട് എന്തുണ്ടാവില്ല? തഷ്ബീഹ് ഉണ്ടാവില്ല. അതുകൊണ്ട് തഷ്ബീഹ് കളയപ്പെട്ടു എന്നതുകൊണ്ട് അതില്ല എന്നല്ല, അത് അവിടെ ഉച്ചരിക്കുമ്പോൾ അത് എഴുതുമ്പോൾ അത് കളയുന്നു മാത്രം. കളഞ്ഞുകൊണ്ട് ചിലപ്പം പറയും, നമ്മൾ സങ്കല്പിക്കേണ്ടി വരും. മിസാലു മജ്തമഅത് ഫീ, ഈ 4 അർക്കാനുകളും ഒരുമിച്ച് കൂടിയൊരു ഉദാഹരണം അൽ ഇൽമു കന്നൂരി ഫിൽ ഹിദായ.
4 വന്നു. ഫൽ ഇൽമു മുഷബ്ബഹ് അല്ലേ, ഇൽമ് സദൃശമാക്കപ്പെട്ടു. വൻ നൂർ മുഷബ്ബഹു ബിഹി, ഇൽമ് ആരെപ്പോലെയാന്ന് പറഞ്ഞ് പ്രകാശം പോലെയാണെന്ന് പറഞ്ഞപ്പോൾ പ്രകാശം മുഷബ്ബഹ് ബിഹി. ഇൽമിനെ എന്തിനോടാണ് തശ്ബീഹാക്കിയത്? നൂറിനോട്. ഇൽമിനെയാണ് നമ്മൾ സദൃശപ്പെടുത്തിയത്. അപ്പോൾ ഇൽമു മുഷബ്ബഹ്. ഇൽമിനെ എന്തിനോടാണ് തശ്ബീഹാക്കിയത്? നൂറിനോട്, പ്രകാശത്തോട്. അപ്പം നൂറ് മുഷബ്ബഹ് ബിഹി. വൽ ഹിദായത്തു വജ്ഹു ഷബഹ്, എന്തിലാണ് ഇൽമും നൂറും ഒരുമിച്ച് കൂടുന്നത്? ഹിദായത്ത് എന്ന വിഷയത്തിൽ. രണ്ടിൻ്റെയും അൽ വസ്ഫുൽ മുഷ്തറക, അസിഫത്തുൽ മുഷ്തറക ബൈന തറഫൈൻ അല്ലേ, വജ്ഹു ഷബഹ്. വൽ കാഫു അതാത്ത് തശ്ബീഹ്. വല്ലുവായി അൽ ഇൽമു കന്നൂരി ഫിൽ ഹിദായ, ഇൽമ് നൂറ് പോലെയാണ് ഫിൽ ഹിദായ, ഹിദായത്തിൻ്റെ വിഷയത്തിൽ. കാരണം പ്രകാശത്തിലൂടെ എന്ത് കിട്ടും? നേർമാർഗം കിട്ടും അല്ലേ. വഴിതെറ്റി പോവോ? പ്രകാശം കയ്യിലുള്ള ഒരാൾക്ക് വഴിതെറ്റോ? ഇരുട്ടത്താണെങ്കിലോ വഴിതെറ്റും. എന്നതുപോലെ ഇൽമുള്ള ഒരാൾ നേരായ വെയിലെത്തും, ഇൽമില്ലാത്ത ആൾ വഴിതെറ്റും. അപ്പോൾ ഇൽമു പ്രകാശം പോലെയാണ് ഹിദായത്തിൻ്റെ വിഷയത്തിൽ. ഇതാണ് 4 ഒരുമിച്ച് കൂടിയ തശ്ബീഹ്, റുക്നുകളെല്ലാം ഒരുമിച്ച് കൂടിയത്. أقسام طرفي التشبيه باعتبار الحس والعقل. حسيان مثل محمد كالقمر في الضياء. عقليان مثل العلم كالحياة، الجهل كالموت. المشبه حسي والمشبه به عقلي مثل جليس السوء كالموت. المشبه عقلي والمشبه به حسي مثل العلم كالنور. ഇനി ഈ 4 റുക്നുകൾ പറഞ്ഞല്ല, ഈ 4 റുക്നുകളിൻ്റെ ഓരോ റുക്നുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് തശ്ബീഹ് വ്യത്യസ്ത വിഭാഗങ്ങളാകും. അത് എന്താ പറയുക, വ്യത്യസ്ത വിഭാഗങ്ങളായി എന്നതുകൊണ്ട് തശ്ബീഹ് എന്ന ആ ദായിറയിൽ നിന്ന് പുറത്തു പോകുന്നൊന്നുമില്ല. വെറുതെ കിസ്മുകളാക്കണം, പേരുകൾ. ഇത് ഇങ്ങനെയാണെങ്കിൽ ഇന്ന പേര്, ഇങ്ങനെയാണെങ്കിൽ ഇന്ന പേര്. ഇത് നമ്മൾ ഉസൂൽ ഹദീസൊക്കെ പഠിക്കുമ്പോൾ എല്ലാം ലൈഫ് തന്നെ അല്ലേ. അത് ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ഹദീസ് ലൈഫാകുന്ന അടിസ്ഥാന കാരണങ്ങളിലൊന്ന് സഖ്തുമിൽ ഇസ്നാദ് അല്ലേ. സഖ്തുമിൽ ഇസ്നാദ് സനദ് എവിടുന്ന് വീണുപോയാൽ എന്താണ്? ലൈഫാണ്. എന്നാൽ ആദ്യത്തിൽ നിന്ന് വീണാൽ അതിൻ്റെ പേര് മുഅല്ലക്ക്, ഇടയിൽ നിന്ന് വീണാൽ മുൻകത്തി, അടുപ്പിച്ച് 2 പേര് വീണാൽ മോദൽ, അവസാനത്ത് വീണാൽ മുർസൽ. മനസ്സിലാകുന്നുണ്ടോ? എല്ലാം ഒന്ന് തന്നെ, പക്ഷേ വീഴുന്ന മൗലി മാറുന്നതനുസരിച്ചിട്ട് പേര് മാറി. ഇപ്പം മുഖാലഫത്ത് സിഖാത്ത് എല്ലാം എന്താണ്? ഷാദാണ്. പിന്നെ മുഖാലഫത്താകുന്ന കോലം മാറുന്നതനുസരിച്ചിട്ട് വ്യത്യസ്തമാവും. ഒന്ന് മക്ലൂബാവും, വേറൊന്ന് മുൽത്തരിബാവും, വേറൊന്ന് മുദ്റജാവും അല്ലെ. അൽ മജീദ് ഫി മുത്തസിൽ അസാനിദാവും, മുസഹഫാവും, മുഹറഫാവും. അത് മുഖാലഫത്ത് ആകുന്ന കോലം മാറുന്നതനുസരിച്ചിട്ട് പേരുകൾ മാറാണ്. സംഭവം എല്ലാം എന്താണ്? ഒന്നാണ്. മുഖാലഫത്ത് സിഖാത്ത് ആണ്. മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെ തശ്ബീഹിൻ്റെ ഓരോ റുക്കിനും വെച്ചിട്ട് ഖിസ്മാക്കാണ് പണ്ഡിതന്മാർ. ഓരോ പേരുകളാണ്. എന്തിനാണ്? അത് പൂർണ്ണമായി നമുക്ക് വലയം ചെയ്യാൻ നല്ലൊരു ഇൽമ കിട്ടും, അത്രേ ഉള്ളൂ. ഗഹനമൊന്നുമില്ല. മൊത്തത്തിൽ എന്താണ്? ഇതൊക്കെ തശ്ബീഹാണ്, അത്ര തന്നെ. അപ്പോൾ ആദ്യം കിസ്മാക്കുന്നത് എങ്ങനെയാണ്? അക്സാമു തൊറഫൈ അ തശ്ബീഹി, തശ്ബീഹിൻ്റെ 2 തൊറഫുകളുടെ കിസ്മുകൾ. ബിഅ്തിബാരിൽ ഹിസ്സി വൽ അഖിൽ, ആ 2 തൊറഫുകളും ഹിസ്സിയാണോ അഖിലിയാണോ എന്ന് പരിഗണിച്ചിട്ട്. വലിയ കാര്യമുണ്ടോ? ഒന്നുമില്ല. ഹിസ്സിയായാലും അഖിലിയായാലും തശ്ബീഹാണ് അവിടെ നടക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഹിസ്സി എന്ന് പറഞ്ഞാൽ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് കാണാൻ പറ്റുന്നത്. അൽ ഹവാസുൽ ഹംസ് ഉണ്ടല്ല, അൽ ഹവാസുൽ ഹംസ്, പഞ്ചേന്ദ്രിയങ്ങൾ. ഹിസ്സി ഏതൊക്കെയാണത്? സംഅ്, ബസർ, മസ്, ദൗക്ക്, ഇതല്ല പറഞ്ഞേ. കാണുക, കേൾക്കുക, തൊട്ടറിയുക, രുചിച്ചറിയുക, മണത്തറിയുക. ഇത്രയും ഈ 5 കാര്യങ്ങൾക്കാണ്, 5 കാര്യങ്ങളിലൂടെ അറിയുന്ന അറിവിനാണ് ഹിസ്സി എന്ന് പറയുക. ഒരാക്കിൽ തന്നെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചിട്ട് മനസ്സിലാക്കേണ്ടത്. ഈ ഹവാസുൽ ഹംസ് അല്ല. മനസ്സിലാകണ്ട? ഇനി വ്യത്യസ്ത 4 വിഭാഗമൊക്കെയാണ് ഹിസ്സിനെയും അക്കിലെയും പരിഗണിച്ചിട്ട്. അതായത് തശ്ബീഹിൻ്റെ 2 തൊറഫുകൾ ഹിസ്സിയും അക്കിലിയും ആകും. ആദ്യം കിസ്മാക്കുന്നത് 2 തൊറഫ് ഹിസ്സിയാണ്. ഏതാ 2 തൊറഫ്?
മുഷബ്ബഹ് ബിഹി. രണ്ടും ഹിസ്സിയായതിന് ഉദാഹരണം നോക്കിയാൽ മിസ്ലു മുഹമ്മദിൻ കൽ ഖമരി, മുഹമ്മദുൻ കൽ ഖമരി ഫില്ലിയായി. മുഹമ്മദ് കൽ ഖമരി, ഖമറിനെ പോലെയാണ്, ഫില്ലിയായി പ്രകാശത്തിൻ്റെ വിഷയത്തിൽ. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഉദ്ദേശിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖമറിനെ പോലെയാണ് ലിയായിൻ്റെ വിഷയത്തിൽ, അല്ലേ? എല്ലാവർക്കും വിളിച്ചു നൽകുന്ന ഒന്നാണ് ഖമർ. എന്തുവാക്ക ലിയാ, വെളിച്ചത്തിൻ്റെ വിഷയത്തിൽ. അപ്പോൾ മുഹമ്മദ് കാണാൻ പറ്റും, തൊടാൻ പറ്റും. ഖമറും കാണാൻ പറ്റും, അല്ലേ? തൊടാൻ പറ്റില്ല. അപ്പോൾ രണ്ട് ഹിസ്സാണ്. പഞ്ചേന്ദ്രങ്ങളിൽ അറിയാൻ പറ്റുന്ന ഇൽമാണ് രണ്ടിൻ്റെയും, മുഹമ്മദും ഖമറും. അതുകൊണ്ട് അതായി ഹിസ്സിയാനി എന്ന് പറഞ്ഞു. അവങ്ങ ഇസ്മ രണ്ടും എന്താണ്? തശ്ബീഹ് തന്നെ. ഇനി രണ്ടും അഖിലിയായതിന് ഉദാഹരണം അഖിലി മിസ്ലു അൽ ഇൽമു കൽ ഹയാത്തി. ഇൽമ് ഹയാത്ത് പോലെയാണ്. രണ്ടും അഖിലിയാണ്. ഇൽമ് തൊടാൻ പറ്റുമോ? കണ്ടറിയാൻ പറ്റുമോ? കേട്ടറിയാൻ പറ്റുമോ? രുചിച്ചറിയാൻ പറ്റുമോ? മണത്തറിയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അതുപോലെ തന്നെയാണ് ഹയാത്ത്. അൽ ഇൽമു കൽ ഹയാത്ത്, കൽ അൽ ജഹ്ലു കൽ മൗത്തി. അതാണ് രണ്ടും അഖിലിയാണ്, ബുദ്ധി കൊണ്ട് മനസ്സിലാക്കേണ്ടത്. ഇനി മൂന്നാമത്തത് അൽ മുഷബ്ബഹ് ഹിസ്സി വൽ മുഷബ്ബഹു ബിഹി അഖിലി. മുഷബ്ബഹ് ഹിസ്സി, മുഷബ്ബഹ് ബിഹി അഖിലി. മിസ്ലു ജലീസു സൂഇ കൽ മൗത്ത്. ജലീസു സൂ ഹിസ്സിയാണ്, മോശമായ കൂട്ടുകാരൻ മരണം പോലെയാണ്, അത് അഖിലിയാണ്. അത്രയേ ഉള്ളൂ. നാലാമത്തത് അൽ മുഷബ്ബഹു അഖിലിയുൻ വൽ മുഷബ്ബഹു ബിഹി ഹിസ്സി, നേരെ ഓപ്പോസിറ്റ്. നേരത്തെ പറഞ്ഞാൽ നേരെ ഉൾട്ട. മിസ്ലു അൽ ഇൽമു കന്നൂരി. ഇൽമു എന്നുള്ളത് ഹിസ്സിയാണ്, അല്ല അഖിലിയാണ്. നൂറ് എന്നുള്ളത് ഹിസ്സിയാണ്. അപ്പോൾ അൽ ഇൽമു കന്നൂരി, ഇത് ഒരു വിഭാഗം, വളരെ സിമ്പിളായ ഒരു വിഭാഗമാണ്. നമുക്ക് ഇത്ര മതി. ഹാദാ വല്ലാഹു അലം. സല്ലല്ലാഹു അലാ മുഹമ്മദിൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.